എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഒരു റീലൊക്കെ എടുത്തായിരുന്നു, ഒരു ട്രാൻസിഷൻ റീൽ. അപ്പോൾ അതിൻ്റെ ബാക്കി ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എടുത്തെടുത്ത് ലേറ്റായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞങ്ങൾ വേഗം ലോബിയിൽ ബാഗൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി, ഹോട്ടലിൻ്റെ. അപ്പം അവിടെ ബൊഫെ ആയിരുന്നു. ഇഡ്ഡലി, വട, പിന്നെ ചപ്പാത്തി, ഉപ്മാവ്, അങ്ങനെ എല്ലാ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ആയിരുന്നു. അപ്പം ഞങ്ങൾ എടുത്തത് ഇഡ്ഡലി വടയൊക്കെ കേട്ടോ, ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ആണ് തുടങ്ങിയത്. അപ്പോൾ അത് തിന്ന് കഴിഞ്ഞ് ഡെസേർട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ ബ്രെഡും ബട്ടറും പിന്നെ കപ്പ് കേക്ക്സും അതൊക്കെ സൈഡിലുണ്ടായിരുന്നത് ഞങ്ങൾ കണ്ടത്. പിന്നെ കോൺഫ്ലേക്സും പാലിലിട്ട് കഴിക്കുന്ന സിറിൽസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ കണ്ടില്ല, വേറൊരു സെക്ഷനായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മിസ്സായ സംഗതിയിൽ ഞങ്ങൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ ഗുലാബ് ജാമുനും ഒക്കെ എടുത്തിട്ട് നിർത്താൻ പരിപാടിയെന്ന് വിചാരിച്ചു. കാരണം വയറ് ഓൾറെഡി ഫുള്ളായതുകൊണ്ട് ഇനി ബാക്കിയുള്ളതൊന്നും കഴിക്കുന്നത് പോസിബിളല്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ബസ്സിൽ കയറി. ബസ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി, ഞങ്ങൾ സീറ്റിലായിരുന്നു. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ബോറ കേവ്സ് എന്ന് പറഞ്ഞൊരു കേവ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളാണ് കേട്ടോ. എന്ന് വെച്ചാൽ സിനിമയിലൊക്കെ കാണില്ല, ഇങ്ങനെ ട്രെയിൻ പോണ വഴി ചുറ്റും തെങ്ങ്, പന, മരങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ബാലിയിലൊക്കെ കാണുന്ന പോലത്തെ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒന്നും പറയാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പം ഏകദേശം സ്ഥലം എത്താനായി. അപ്പം ഇങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ പോയപ്പോൾ ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് വിചാരിച്ചത് ഭയങ്കര കാമൺ ക്വയറ്റായിട്ടുള്ള ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ വരുന്നൊരു സ്ഥലമായിരുന്നു. അത് നിറച്ചും സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. അതായത് ബസ് ഇറങ്ങി ഏകദേശം ഒരു 500 മീറ്ററിൻ്റെ അടുത്ത് നടക്കാണ്ടായിരുന്നു. അത്രയും സ്ഥലം ഫുള്ള് 2 സൈഡും സ്ട്രീറ്റ് ഷോപ്സ് ആണ്. പിന്നെ അവിടെ റോപ്പയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ബോറ കേവ്സ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ കാട് പോലത്തെ വഴീൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കുറച്ച് ദൂരം നടന്നു പോകണം. അങ്ങനെ അവസാനം അതിൻ്റെ എൻഡിലാണ് ഈ ഒരു കേവിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അങ്ങനെ പോണ വഴി കയറി മങ്കീസൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കും നമ്മൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലെ തോന്നുക, പക്ഷെ വഴിയൊക്കെ കറക്റ്റായിട്ടുണ്ടായിരിക്കും അങ്ങോട്ടുള്ള. അപ്പോൾ ഇതാണ് കേവ്. ഇത് കേവിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ഉണ്ട്, നിറച്ചും ആൾക്കാരായിരുന്നു. പിന്നെ പോണ വഴിക്ക് ഇങ്ങനെ അമ്പലം പോലത്തെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, എന്താണെന്നൊന്നും അറിയില്ല. ഇത് കേവിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ വഴിയാണ്. അങ്ങനെ ഒരുപാട് ദൂരം നമുക്കിങ്ങനെ പോകാം കേട്ടോ. പക്ഷെ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും കാണാനില്ല, ഒരു ഗുഹ. പിന്നെ അതിൻ്റെ പല സൈഡിൽ പല കളർ ലൈറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. കുറേ ആൾക്കാർ കാണാനും വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് എക്കോ വരും. അപ്പോൾ അതിനായിട്ട് ആൾക്കാർ അലറി വിളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മളെ ജേണി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ അരക്കു വാലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്, ഫേമസ് ഹിൽ സ്റ്റേഷനാണ്. നമ്മുടെ വയനാടില്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണ്, തണുപ്പുള്ളൊരു സ്ഥലം. അപ്പം നമ്മൾ നമ്മുടെ റിസോർട്ടിലോട്ട് പോവുകയാണ്. ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ കുറേ ചുരമൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്, ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ക്ഷീണമായി. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ റൂമിൽ പോയിട്ട് സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങി.